മാസപ്പടിയിൽ മകൾ വീണ കുടുങ്ങുമെന്ന് കണ്ടതോടെ അടുത്ത അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായിയും സംഘവും. മാസപ്പടി വിവാദം ഉയർന്നു വന്ന അന്നു മുതൽ തന്നെ സർക്കാരിനെതിരെയും വിവാദത്തിലെ ഉള്ളുകളികൾക്കെതിരെയും ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു മാത്യു കുഴൽനാടൻ. മകൾക്കെതിരെയും പാർട്ടിക്കെതിരെയും രംഗത്ത് വന്ന വ്യക്തി എന്ന നിലയിൽ ആദ്യം മുതൽ തന്നെ മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം CPM മുറുകെ പിടിച്ചിരുന്നു. മാസപ്പടി വിവാദം ആറിത്തണുത്തതിനോടൊപ്പം തന്നെ മാത്യു കുഴൽനാടനെതിരെയുള്ള ഭൂമി കയ്യേറ്റ ആരോപണവും പതിയെ കെട്ടടങ്ങി. ഇപ്പോൾ മകൾ വീണ വീണ്ടും കുടുങ്ങുമെന്നുറപ്പായപ്പോൾ വീണയ്ക്കെതിരെ സംസാരിക്കുന്ന മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമിയും ഒപ്പം തന്നെ ചർച്ചയാക്കുകയാണ് സർക്കാർ. എന്നാൽ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്ക് ഭൂമി ഉണ്ടെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുഴൽനാടൻ പ്രതികരണവുമായി രംഗത്ത് വന്നത്. വസ്തു വാങ്ങിയതിനു ശേഷം 1 ഇഞ്ച് ഭൂമി അധികമായി കൈവശപ്പെടുത്തുകയോ മതിൽ കെട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ആ ഭൂമിക്ക് മതിലേയില്ല. ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനെയാണോ മതിൽ കെട്ടിയെടുത്തതെന്ന് പറയുന്നതെന്ന് അറിയില്ല. തന്റെ കൈവശമുള്ളത് അധ്വാനിച്ച് വാങ്ങിയ ഭൂമിയാണെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. എത്ര ഭൂമി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ചിന്നക്കനാലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഇക്കാര്യം പറഞ്ഞത്. ഉദ്യോഗസ്ഥർ അളന്നുപോയത് എതിർവശത്തുള്ള ഭൂമിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭൂമി എന്റേതല്ലെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിനോട് ചേർന്നുള്ള 50 സെന്റ് പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ ഇടുക്കി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മിച്ച ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകിയത്. MLA സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ റവന്യൂ വിഭാഗം ശരിവച്ചിരുന്നു. ഭൂപതിവ് നിയമങ്ങൾ ലംഘിച്ചാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്നാരോപിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയവുമുണ്ട്. മാത്യു കുഴൽനാടൻ MLAയുടെ റിസോർട്ട് ഉൾപ്പെടെ 1 ഏക്കർ 20 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത്. എന്നാൽ ഇതോടൊപ്പം 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വില്ലേജ് അധികൃതർ സ്ഥലം അളന്നപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. റിസോർട്ട് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. കെട്ടിടത്തിന് 18 ലക്ഷം രൂപ മൂല്യമുണ്ട്. സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായി. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. മിച്ച ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമിയിലാണ് റിസോർട്ട് നിൽക്കുന്നത്.